തെക്കൻ കുരിശുമലയിൽ സംഘപരിവാർ ശക്തികളുടെ പ്രവർത്തനങ്ങളെ നിഷ്പ്രഭമാക്കിയ ഫാദർ പി ഇഗ്നീഷ്യസ് നിര്യാതനായി. കുരിശുമലയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച ഫാദർ ഇഗ്നീഷ്യസ് കുറച്ചുനാളുകളായി അസുഖബാധിതനായി ചികിത്സയിൽ തുടരുകയായിരുന്നു. 21/7/1946 ജനിച്ച ഫാദർ ഇഗ്നീഷ്യസ് 1989 ബിഷപ്പ് പീറ്റർ ബെർണാഡിൽ നിന്നും പൗരോഹിത്യം സ്വീകരിക്കുന്നത്. 5 ഫൊറോന ദേവാലയത്തിൽ സഹവികാരിയായി ആരംഭിച്ച അജപാലന ദൗത്യം തുടർന്ന് തച്ചങ്കോട്, കിളിയൂർ, മുള്ളുവിള, കീഴാറൂർ, കട്ടയ്ക്കോട്, തൂങ്ങാമ്പാറ, അന്തിയൂർക്കുണം, നെയ്യാറ്റിൻകര കത്തീഡ്രൽ, മുള്ളുവിള ദേവാലയങ്ങളിലും നിർവഹിച്ചു. 1980 കിളിയൂർ ഉണ്ണിമിശിക ദേവാലയത്തിലെത്തുന്ന ദിനത്തിലാണ് കുരിശുമലയുടെ രക്തസാക്ഷി റോബിൻസനെ കൊലപ്പെടുത്തുന്നത്. തുടർന്ന് വെള്ളറടയിൽ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഫാദർ ഇഗ്നീഷ്യസ് തുടർന്ന് കുരിശുമലയുടെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്കുവഹിക്കുകയായിരുന്നു. പലതവണ സംഘപരിവാർ ശക്തികൾ കുരിശുമലയിലെ കുരിശു തകർത്തെങ്കിലും വിശ്വാസികളെ അണിനിരത്തി സംഘപരിവാറിനെ പ്രതിരോധിച്ചാണ് കുരിശുമലയെ ഇന്നു കാണുന്ന വലിയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിയത്. ഇന്ന് 2 മണി മുതൽ നാളെ 1 മണി വരെയാണ് ആലമുക്ക് സെന്റ് മേരീസ് ദേവാലയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. തുടർന്ന് നാളെ 1 മണിക്ക് വിലാപയാത്രയായി ഭൗതിക ശരീരം കൊണ്ണിയൂർ വിശുദ്ധ അമ്മ ത്രേസ്യ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 3-ന് ദിവ്യബലിയും മൃതസംസ്കാര കർമ്മവും നടക്കും. വോക്സ് ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.